വീഡിയോ പ്ലേ ചെയ്യാണ്. സത്യം പറഞ്ഞാല് ഈ വീഡിയോ ഇങ്ങോട്ട് കണ്ടപ്പോ എനിക്ക് ആദ്യം ആ വീഡിയോയിൽ കണ്ട ചെങ്ങായിന്റെ മുഖത്ത് നോക്കിയിട്ട് തെറി വിളിക്കാനാണ് തോന്നിയത്. ഇത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്, അല്ലാതെ പള്ളി കമ്മിറ്റിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല. മുസ്ലിം ലീഗുകാരോട് ഇതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്? പറഞ്ഞു നടക്കുന്ന ആളുകളാണ്, 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് നോക്കുന്ന ആളുകളാണ്. നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇസ്ലാമികമായ എല്ലാ ചര്യകളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഷാഹിനയെ പോലെ ഒരു യുവതിയെ ഈ വാർഡിനെ സേവിക്കാൻ പറ്റിയത്. ഒരു കാര്യം ഉത്തരവാദിത്തത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഷാഹിന ഇവിടെ മത്സരിക്കാൻ വരുന്നത് കേവലം ഒരു മെമ്പറായി. മുസ്ലിം ലീഗിന് എന്തുകൊണ്ടാണ് മതവർഗീയ സംഘടനയാണ് എന്ന് പറയുന്നത്? മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരാണ് മുസ്ലിം ലീഗുകാർ. RSSകാർ എന്താണോ ചെയ്യുന്നത് അതിന്റെ മറ്റൊരു പതിപ്പാണ് മുസ്ലിം ലീഗുകാർ. RSSകാർ ഇവിടെ ഹിന്ദുരാജ്യം വേണമെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോൾ മുസ്ലിം ലീഗുകാർ പറയാണ് ഷാഹിന നിസ്കരിക്കുന്നവളാണ്, ഷാഹിന 5 നേരം നിസ്കരിക്കും, ഷാഹിന നോമ്പെടുക്കും, അതുകൊണ്ട് നിങ്ങൾ ഷാഹിനാക്ക് വോട്ട് കൊടുക്കണം. അങ്ങനെയുള്ള ഷാഹിനയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് മാത്രം മതി, എനിക്ക് അന്യമതസ്ഥന്റെ വോട്ട് വേണ്ട നിങ്ങൾ പറയോ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ടതാണ് ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ സംവാദങ്ങളാണ് നടത്തേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയേണ്ടത്, അല്ലാതെ വർഗീയതയല്ല പറയേണ്ടത്. നിങ്ങളും RSSും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. RSS ഹിന്ദുത്വ വർഗീയത പറയുമ്പോൾ നിങ്ങൾ മുസ്ലിം വർഗീയത പറയും. നിങ്ങൾ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കും. ഒന്നും പറയാനില്ല. അപ്പൊ ഇതിന്റെ താഴെ വന്നിട്ട് തെറി വിളിക്കാനും ഇതിന്റെ താഴെ വന്നിട്ട് പച്ചക്ക് മതവർഗീയത പറയാനും വന്നിട്ട് മുസ്ലിം ലീഗുകാർ വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് തെറി വിളിക്കുക. നിങ്ങളുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന്, നിങ്ങളുടെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് എന്ന്, നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കാൻ തന്നെയാണ് തീരുമാനം. അതിന് എന്ത് തെറി വിളിച്ചിട്ടും കാര്യമില്ല.